അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് ഷാർ മുബാറക്കിനെതിരെ FK സഫാർ കൊടുത്ത കേസിനെ കുറിച്ച് കുറച്ച് സംസാരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. ദൂരെ നിന്ന് ആളുകളൊക്കെ മുന്നോട്ട് വരിക. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകരുമായി ഈ സമയം ഏതാണ്ട് സമയവും നിങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അഭിഭാഷകൻ ഷാർ മുബാറക്കിനെതിരെ നമ്മുടെ മറുവിഭാഗം കൊടുത്ത പെറ്റീഷന്റെ കോപ്പി കാണിച്ചുകൊണ്ട് വായിച്ചു വന്നതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ നിന്നു വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ മറുവിഭാഗം ഷാർ മുബാറക്കിനെതിരെ കൊടുത്ത പെറ്റീഷനിലുള്ളത് എന്നറിയാമോ? ഈ മൊഴി ഒറിജിനലാണെങ്കിൽ പോലും ഇവിടെ വെക്കാൻ അനുവദിക്കരുത്. കാരണം ഈ മൂലത്തൊരു മൊഴിയുള്ളത് കാശ്മീരിലാണ്. അവിടെ മുഴുവൻ ഭീകരവാദികളുണ്ട്. എന്താണ് ആ പെറ്റീഷനിൽ അവർ എഴുതിയിട്ടുള്ളത് എങ്കിൽ ഒരൽപ്പമുള്ള ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, മറുവിഭാഗം എന്താ മനസ്സിലാക്കുക? കാശ്മീരിലെ ഭീകരവാദം ഉണ്ടാകാൻ കാരണം അവിടെയുള്ള അഡ്രസ്സുകൾ റസൂലിന്റെ മുഖിലാണ് എന്നല്ലേ ഇവന്മാര് പറഞ്ഞു വയ്യത്. ഇത് കിട്ടുന്ന കെടുതി അല്ലെങ്കിൽ ഇത് കിട്ടുന്ന പക്കത്തിന്റെ വസ്തിയിൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയൂലല്ലോ. ഒരു പക്ഷേ അത് ശരിയാണ് എന്നവർ ധരിച്ചുകൂടായില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ പെറ്റീഷൻ കൊടുത്തവൻ അവരെ പറ്റി എന്ത് പേരാ പറയേണ്ടത്? മുനാഫിഖ് എന്നാണോ, യഹൂദി എന്നാണോ, യൂണിസ്റ്റ് എന്നാണോ, ഭീകരവാദി എന്നാണോ, മറ്റെന്തോ പേരാണോ നിങ്ങൾ തീരുമാനിക്കുക. ഞാനൊരു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി പറയുകയല്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ അന്വേഷിക്കണം, വാക്കു പറയണം എന്നൊക്കെ പറഞ്ഞല്ലോ. അമേരിക്കക്കാരും വന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. കാന്തപുരത്തിനോട് വാക്കു പറയേണ്ടത് തന്നെയാണ് ബോധ്യപ്പെട്ടതുകൊണ്ട് വക്കീലിന് കോടതിയിൽ കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ ഈ മൊഴി ഒറിജിനലാണെങ്കിൽ തന്നെ ഇത് വെക്കാനോ സൂക്ഷിക്കാനോ അനുവദിക്കരുത്. കാരണം ഇതുപോലത്തെ ഒരു മൊഴിയുള്ള കാശ്മീരിൽ ഭീകരവാദം അയക്കുവാനും ചെയ്യുകയാണ് എന്ന പെറ്റീഷനിൽ ഒരു ഈമാനുള്ളവർ എഴുതിക്കൊടുക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് എഴുതിക്കൊടുത്താൽ അതിന്റെ വിശ്വാസം എന്താണ്? റസൂലിന്റെ ഒരു മൊഴിയുണ്ടായതുകൊണ്ട് അവരെ വിജയിക്കാൻ കഴിയുമെന്ന് വിശ്വാസം വെള്ളം കൊടുക്കുന്നത് അത് തങ്ങളുടെ ഇഹപരത്തിന്റെ അടിസ്ഥാനമാണ് എന്നാണ് മനസ്സിലാക്കിയതെങ്കിൽ മറുവിഭാഗം മനസ്സിലാക്കിയത് ഈ മുടി ഭീകരവാദമാണ് നമ്മെ എത്തിക്കൊണ്ടെന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും മർക്കസും ലോകത്തിൽ സ്ഥിതി ചെയ്തു. അത് എല്ലാവരും മനസ്സിലാക്കി. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മർക്കസിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തിൽ ഒരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട്. ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ നാസയിൽ പോയിട്ടുണ്ട്. മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ എനിക്ക് ഇഷ്ടം പോലെ പരിചയമുണ്ട്. അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിതന്മാരെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഞാൻ ഉൾക്കൊള്ളുന്ന ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഭൗതികമായി യുക്തിപരമായി ഇത്രയും വലിയൊരു സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. APJ അബ്ദുൽ കലാം പറഞ്ഞു എന്ന് മാത്രമല്ല, ഡൽഹിയിൽ നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് പറയുക കൂടി ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഡൽഹിയിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. വലിയ തെറ്റിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം ഏറ്റവും വിപുലപ്പെടുത്താം. പ്രിയപ്പെട്ട സഹോദരന്മാർ, കാന്തപുരത്തെ വർഷത്തിനെ നേരിട്ട് മനസ്സിലാക്കിയ ആളുകൾ ഞാൻ ആലോചിക്കുവാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ശേഷം
കഴിഞ്ഞോ?